സോ ഹായ് മക്കളെ, വെൽക്കം ടു റേസ് അഗൈൻ. നിങ്ങളുടെ സ്വന്തം AK ഉണ്ട്, SM ഉണ്ട്. യെസ്. അപ്പൊ മക്കളെ എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 35+ മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് ഡിസ്കസ് ചെയ്യലാണ് നമ്മുടെ ഈ ഒരു പരിപാടി. സോ ഇത് കൃത്യമായിട്ട് കാണുക, ഫ്രണ്ട്സിന് ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പാണ് 35+ മാർക്ക്. അപ്പൊ എന്ന് പറഞ്ഞാൽ സാറേ എന്താണ് ടെങ്സ്റ്റന്റെ പ്രത്യേകതകൾ എന്നുള്ള ഒരു സംഭവമാണ്. ഫിലമെന്റ് ടെങ്സ്റ്റൻ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് പഠിച്ചു വെച്ചേക്കാം. ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. യെസ്. അതേപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് LED, LED മേന്മകൾ എന്തൊക്കെയാണ് നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചേക്കണം. അതിന്റെ പാർട്സ് കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സീരീസ് കണക്ഷൻ അഥവാ ശ്രേണി രീതിയിൽ സാറേ എന്താണ് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇയാൾക്ക് എത്ര വോൾട്ടേജ് കിട്ടും, ഇയാൾക്ക് എത്ര വോൾട്ടേജ് കിട്ടും എന്നുള്ള ചോദ്യം എന്തായാലും വരും. ഈ സർക്യൂട്ട് തെറ്റിദ്ധരിക്കരുത്. എന്ത് സർക്യൂട്ടാണ്? ശ്രേണി രീതിയാണ്, സീരീസ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്താ ചോദിക്കുക? വോൾട്ടേജ് ആണ് ചോദിക്കുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചോദിക്കും? ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും സമാന്തര സർക്യൂട്ടാണ്, പാരലൽ സർക്യൂട്ടാണ്. പാരലൽ ആകുമ്പോൾ എന്താ സംഭവിക്കുക? കറണ്ട് ആണ് ഡിഫറെന്റ് ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്നത് കറണ്ട് കാണാനായിരിക്കും. കൂടാതെ സഫല പ്രതിരോധവും കാണാൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഫ്യൂസ് വയർ ആയിട്ട് ബന്ധപ്പെട്ട് ഫ്യൂസ് വയറിന്റെ വർക്കിംഗ് അഥവാ അതിന്റെ പ്രവർത്തനം ചോദിക്കും. അതുപോലെ ഒരു ഫ്യൂസ് വയർ സർക്യൂട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്ത് വെക്കുക. അതേപോലെ ലൗഡ് സ്പീക്കർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ഉറപ്പാണ്. ലൗഡ് സ്പീക്കർ അല്ലെങ്കിൽ മൈക്രോഫോൺ. ഇതിൽ ഒന്നിലും മസ്റ്റ് ആയിട്ട് ചോദിക്കും. രണ്ടിന്റെ ഫിഗർ ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. കൂടാതെ മറ്റൊരു ഇമ്പോർട്ടന്റ് ഫിഗർ ആണ് ഇത് വരുന്നത്. ഈ ഫിഗർ ഡയഗ്രാം വെച്ച് ഉറപ്പായിട്ട് 3 ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. ആ 3ൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഏത്? ഈ ചോദ്യം ഇടത് കൈ നിയമം അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് നമ്മളിത് കണ്ടുപിടിക്കും. അതിന്റെ കൂടെ നിങ്ങൾ 3rd ചാപ്റ്ററിലെ റൈറ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, വലത് കൈ നിയമം നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫിഗർ ഉറപ്പായിട്ട് എക്സാമിൽ ചോദിക്കുന്ന ഒരു ഫിഗർ ആണ് മക്കളെ, പഠിച്ചു വെച്ചേക്കാം. എക്സാമിന് ഇല്ലാത്ത ഒരൊറ്റ ചോദ്യ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് എവിടെ പറയും? ലൈവിൽ പറയും, മറന്നു പോരുത് കേട്ടോ. അതേപോലെ തന്നെ നമ്മളൊരു സോളിനോയിഡ് എന്ന് പറഞ്ഞ ആളും അതുപോലെ തന്നെ ഒരു ബാർ മാഗ്നറ്റ്, ബാർ കാന്ത് തമ്മിലുള്ള വ്യത്യാസം എക്സാമിന് ചോദിക്കും അല്ലെ. പെർമനന്റ് മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും തമ്മിലുള്ള വ്യത്യാസം എക്സാമിന് ചോദിക്കും. നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചേക്കട്ടോ. അതേപോലെ തന്നെ സാർ എന്താണിത്? DC AC ജനറേറ്ററിന്റെ സ്ട്രക്ചർ. നിങ്ങൾ രണ്ടിന്റെ ഫിഗർ തന്നിട്ട് ഇതിന്റെ ഡിഫറൻസ് ഒക്കെ ചോദിക്കും. ആ ഫിഗർ അടുത്ത പേജിലുണ്ട്. സോ ഇതേപോലെ കൃത്യമായിട്ട് എന്ത് ചോദിക്കാറുണ്ട്? ആ ഒരു ഡിഫറൻസ് ചോദിക്കും. ഘടനാപരമായ വ്യത്യാസമാണ് എക്സാമിന്. നമ്മൾ കൂടുതലായിട്ട് ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ട് പിക്ചർ മെല്ലെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോ ഇവിടെ ട്രാൻസ്ഫോമർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഇല്ലാത്തൊരു പരീക്ഷ ഉണ്ടാവില്ല. ഉറപ്പായി നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചേക്കുന്ന വരും. അവിടുത്തെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. ഫിഗർ നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞാല് എന്താണ് നമ്മുടെ ട്രാൻസ്മിഷൻ ലോസ്, പ്രസരണ നഷ്ടം ഉറപ്പാണ് എക്സാമിന്. അതേപോലെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഇന്ത്യയിലുള്ള വോൾട്ടേജ് എത്രയാണ്, അതേപോലെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എത്രയാണ്, പവർ നിലയത്തിൽ എത്രയാണ് വോൾട്ടേജ് ഉത്പാദിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയി ഇങ്ങനെ വരും കേട്ടോ. വിശദമായി പഠിക്കാം. അടുത്ത ചോദ്യം 3 പിൻ പ്ലഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം. എന്തുകൊണ്ടാണ് എർത്ത് പിൻ എന്ന് പറഞ്ഞ ആള് മറ്റ് പിന്നുകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഈ എർത്ത് പിൻ എന്ന് പറഞ്ഞ സാധനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള സാധനം എന്തായാലും എക്സാമിന് ചോദിക്കും. എർത്തിങ് ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ ഇതിന്റെ കൂടെ വേണമെങ്കിൽ ELCBയും MCBയും നമുക്ക് നോക്കി വെക്കേണ്ടതുണ്ട്. നമ്മൾ എന്തായാലും അതൊക്കെ ലൈവിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ട്രാൻസ്ഫോമർ പ്രോബ്ലം ഓൾറെഡി പറഞ്ഞു. ഇനി അതേപോലെ തന്നെ വരുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം. അതായത് 20 വാട്ടിന്റെ 5 CFL 5 മണിക്കൂർ വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കിലോ വാട്ട് അവറുള്ള എനർജി കാണാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം എന്തായാലും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആവാനാണ് ചാൻസ്. ഏറ്റവും സിമ്പിൾ ആയ ഈ വർഷത്തെ പ്രോബ്ലം ആണത്. ഏറ്റവും സിമ്പിൾ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യും. അതുപോലെ ഈ 3 ഗ്രാഫ് സാറേ, AC ജനറേറ്റർ, DC ജനറേറ്റർ, അതുപോലെ ബാറ്ററി, ഈ 3 സാധനം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കുക. ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം എന്തായാലും വന്നിരിക്കും. പിന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇൻഡക്ടർ എന്താന്ന് ചോദിക്കാറുണ്ട്. ഇത് സെൽഫ് ഇൻഡക്ഷന്റെ മറ്റൊരു ഭാഗം എല്ലാവർക്കും അറിയാം. സോ സെൽഫ് ഇൻഡക്ഷൻ പഠിക്കണം, കൂടാതെ ഇൻഡക്ടർ പഠിക്കണം. കൂടാതെ ഇൻഡക്ടറും റെസിസ്റ്ററും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ മിററായിട്ട് ബന്ധപ്പെട്ടിട്ട് മോളെ 4ാമത്തെ ചാപ്റ്ററിൽ ഉറപ്പാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ പ്രതിഫലനത്തിൽ ഒരു പ്രോബ്ലം 100% വന്നിരിക്കും. നമ്മള് ലൈവില് ഉറപ്പായിട്ടും എല്ലാ ഡയഗ്രം നിങ്ങൾ വരച്ച് തന്നെ പഠിപ്പിക്കും. ഡോണ്ട് വറി ട്ടോ. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഇമേജസ്, പ്രതിബിംബങ്ങളുടെ എണ്ണം കാണാനോ അല്ലെങ്കിൽ ആംഗിൾ അഥവാ കോണളവ് കാണാനോ എന്തായാലും ചോദിച്ചു. സിമ്പിൾ ആയ ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാനുള്ള ഒരുപാട് ട്രിക്സ് ഉണ്ട്, ഞങ്ങൾ പഠിപ്പിക്കും. അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 5ാമത്തെ ചാപ്റ്ററിൽ അപവർത്തനാങ്കം എന്നുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വന്നിരിക്കും.
അതേപോലെ തന്നെ മക്കളെ ഇങ്ങനെ diagrams. റേ ഡയഗ്രം റിഫ്രാക്ഷനിലാണ് വരിക. അപവർത്തനം എന്ന ചാപ്റ്റർ നിന്നാണ് റേ ഡയഗ്രം ചോദിക്കാതെ നിർബന്ധമായിട്ട് എല്ലാം പഠിച്ചു വെച്ചേക്കണം. ഞങ്ങൾ എടുത്തത് കോൺവെക്സ് ആണ്, ചിലപ്പോൾ ഏതും ചോദിക്കാം, ചോദിക്കാം. യെസ്, അതേപോലെ തന്നെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രത്യേകിച്ച് പറയാണ്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ കേവല അപവർത്തനാങ്കം യെസ് നിർബന്ധമായിട്ട് വരും. യെസ്. അതേപോലെ ക്രിട്ടിക്കൽ ആംഗിളും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും, അതായത് പൂർണ്ണാന്തര പ്രതിപതനവും ക്രിട്ടിക്കൽ കോണും കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ യൂസ് ചോദിക്കും. ഏതിന്റെ? ടോട്ടൽ ഇന്റേണൽ, അതായത് OFC, എൻഡോസ്കോപ്പി, അങ്ങനെ കുറെ കാര്യമുണ്ട്. ഒക്കെ വിശദമായി പഠിപ്പിക്കാം. അതുപോലെ ഈ 3 ചിത്രങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഈ റെയിൻബോ അല്ലെങ്കിൽ മഴവിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതുപോലെ ഈ പ്രിസായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാറുണ്ട്. ഇനി 2 കോമ്പിനേഷൻ ഓഫ് വൈറ്റ് ലൈറ്റ്, ഇത് കണ്ടുപിടിച്ചാലും ചോദിക്കാറുണ്ട്. ഐസക് ന്യൂട്ടൺ ആണ് അല്ലെ? അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതേപോലെ ഐ ഡിഫക്ട്, നമ്മുടെ ഷോർട്ട് സൈറ്റർനെസ്, ലോങ് സൈറ്റർനെസ് പോലത്തെ സാധനങ്ങൾ, ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി ഒക്കെ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചേക്കണം. പ്ലസ് ബയോപ്പി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഈ ഫിഗർ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് അസുഖമാണ്, ഇത് പരിഹരിക്കാനുള്ള ലെൻസ് ഏതാണ്, ഇതിന്റെ റീസൺസ് എന്താണ് എന്നൊക്കെ ചോദിക്കും. ഒക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. അതേപോലെ തന്നെ നമ്മൾ സ്കാറ്ററിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ഉറപ്പാണ് മക്കളെ. വിസരണമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. കേട്ടായിരിക്കും. ബ്ലൂ കളർ ഓഫ് സ്കൈ ആൻഡ് ഓഷ്യൻ, റെഡ് കളർ ഓഫ് സൺ ഡ്യൂറിംഗ് സൺറൈസ് ആൻഡ് സൺസെറ്റ്, അതേപോലെ ടിൻറ്റൽ എഫക്ട്. ഈ 3 ഇവിടുത്തെ ചോദിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ മറ്റൊരു സാധനം, ഈ ഒരു സിമ്പിൾ ഓർത്ത് വെച്ചേക്ക്. ഇത് എന്താണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ തവണത്തെ എക്സാമിന് ചോദിക്കാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ഇത് എന്നുള്ള കാര്യം മറക്കരുത്. ഇവിടെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട സാധനമാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, അതേപോലെ ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ. മറന്നു പോകാൻ പാടില്ല. ഓക്കെ. ഇനി അതേപോലെ തന്നെ LPG വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മക്കളെ. LPG ആയിട്ട് ബന്ധപ്പെട്ടിട്ട് LPGക്ക് സ്മെല്ല് വരുത്താൻ വേണ്ടിയാണ് ഈ സാധനത്തിന്റെ പേര്. ഇനി അഥവാ LPG ലീക്ക് ആയാൽ എന്താ ചെയ്യുക? പിന്നെ LPGന്റെ ആ ഒരു മുകളിലുള്ള C10 അല്ലെങ്കിൽ A25 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ അത് ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതേ കൂടെ തന്നെ നമുക്ക് എന്തുകൊണ്ട് പഠിക്കേണ്ടതുണ്ട്? CNGയും LNG കൂടി പഠിക്കേണ്ടതുണ്ട്. ഇതെല്ലാം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതിന്റെ കൂടെ തന്നെ സാറേ, ഈ LPG എന്ന് പറയുന്ന സാധനം ലീക്ക് ആയാൽ എന്താ ചെയ്യാന്നുള്ളതിന്റെ കൂടെ ചോദ്യമാണ്. മീൻസ് അതേ ടൈപ്പ് ചോദ്യമാണ്. ഇലക്ട്രിക് ഷോക്ക് എന്ന് പറഞ്ഞ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എനർജി ക്രൈസിസ്, ഊർജ്ജ പ്രതിസന്ധി ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പിൽ വരുന്ന സാധനങ്ങളാണ്. ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ. ബ്രൗൺ എനർജി, അത് നമ്മൾ അടുത്ത് പറയാൻ പോയായിരുന്നു. യെസ്, ഗ്രീൻ എനർജി, അതേപോലെ തന്നെ ബ്രൗൺ എനർജി നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചേക്കണം മക്കളെ. പഠിക്കാതെ പോകരുത്. യെസ്. അതേപോലെ തന്നെ സാറേ, നമ്മുടെ ഹൈഡ്രജൻ എന്തുകൊണ്ടാണ് ഇന്ധനമായിട്ട് യൂസ് ചെയ്യാത്തത്, ഫ്യൂവലായിട്ട് ഉപയോഗിക്കാത്തത് എന്നുള്ള ചോദ്യം എക്സാമിന് ചോദിച്ചിരിക്കും. അവിടെയാണ് കലോറിക മൂല്യം അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂവിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. സോ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഇപ്പൊ പറയുന്നത്, ബാക്കി ചോദ്യങ്ങൾ വിശദമായി നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. യെസ്, ഇതിന്റെ ഒക്കെ ആൻസർ നമ്മൾ ലൈവിൽ ഒന്ന് പറഞ്ഞിരിക്കും. അതെ, അതായത് ഇന്ന് 19-ാം തീയതി കൃത്യം 5 മണിക്കും, അതേപോലെ നാളെ 20-ാം തീയതി 10 മണിക്ക് തുടങ്ങി എത്ര മണി വരെയാണ് ഞങ്ങൾക്ക് പോലും അറിയില്ല. അതിലൊരു ലൈവ് ആയിരിക്കും പോവാ. എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും, എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണ്. 20-ലെ ലൈവിലെ പ്രധാനപ്പെട്ട പ്രത്യേകത സാർ ഒന്നുകൂടി പറഞ്ഞ് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ 7-ാം ചാപ്റ്റർ വരെ ഹോൾ കണ്ടന്റ് 1 by 1 ആയി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കും. ശേഷം അതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വിശദമായി ഡിസ്കസ് ചെയ്യും. പിന്നെ 21-ന് നമ്മുടെ എക്സാം ഡേറ്റിന് രാവിലെ 6 മണിക്ക് ഞങ്ങൾ വീണ്ടും വരും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ മക്കളെ എല്ലാവരും ലൈവിലേക്ക് പോരാ. നിങ്ങൾ മാത്രം പോകാൻ പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിൽ എല്ലാവരും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് വരും കേട്ടോ. സോ ഈ ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. മസ്റ്റ് ആയിട്ടും ഫ്രണ്ട്സിന് ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈവിന് മസ്റ്റ് ആയിട്ടും ഫ്രണ്ട്സിനെ കൂട്ടി വരിക. നമുക്ക് സെറ്റ് ആയിട്ട് ഉഷാറായിട്ട് പഠിക്കാം. ബൈ 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 ടാറ്റാ.